രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുക. വൈസ് ഫോർ സാൽവേഷൻ. രക്ഷയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഭൂമിയിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ ഒരൊറ്റ വചനമേ പ്രസംഗിക്കുന്നുള്ളെങ്കിൽ അത് രക്ഷയെക്കുറിച്ചായിരിക്കണം. നമുക്ക് നിത്യമായ ജീവനുള്ള വ്യക്തികളാണെന്നും ദൈവത്തോട് ചേർന്ന് എന്നും ജീവിക്കേണ്ടിയവരാണെന്നുമുള്ള ബോധം ആദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അത് നമുക്കുണ്ടാകുമ്പോഴേ മറ്റുള്ളവരോട് പറയാനൊക്കത്തുള്ളൂ. എനിക്ക് ഉള്ളിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ഉള്ളതിനാൽ, അതായത് പുതിയ സൃഷ്ടിയാകുമ്പം ക്രിസ്തു വരുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിത്യജീവൻ്റെ ഉടമസ്ഥയായി മാറി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയായി. അപ്പോൾ ഈ പുതു സൃഷ്ടിയാകുന്ന എനിക്ക് മാത്രമേ ഉറപ്പോടുകൂടി നിനക്ക് രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയ്യോ എനിക്ക് രോഗസൗഖ്യമാണ്, എനിക്ക് പണം വേണം, എനിക്ക് ജോലി വേണം, അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞു. സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പം പണ്ട് വേദപുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പോൾ അതൊന്നും സംസാരിക്കാൻ പറ്റും. വേദപുസ്തകം സത്യവേദവചനം മാത്രം സ്കൂളുകളിൽ എടുക്കാൻ വയ്യാത്ത ഗതികേടായി. വേറെ ഏത് റിലീജിയൻ വേണേലും പഠിപ്പിക്കാം, പക്ഷെ ഇത് മാത്രം പഠിപ്പിക്കാം. എന്താ അതിനകത്ത്? അപ്പോൾ പിശാച് എന്തുമാത്രം പ്രിൻസ് ഓഫ് ദി എയർ എന്നാണ് അവനെ വിളിക്കുന്നത്. എന്തുമാത്രം ശക്തമായിട്ടാണ് ദൈവമക്കളുടെ രക്ഷയെ മാറ്റി നിർത്തുന്നത്. ഇന്ന് വചനമാകുന്ന വാളെടുത്തിട്ട് ദുഷ്ടൻ്റെ തല രണ്ടായിട്ട് വെട്ടിയിട്ട് അവനെ ഇല്ലാതാക്കാതെ നമ്മൾ മാറത്തില്ല. നമ്മുടെ അവകാശം പറയുകയാണ്. ഈ ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പോൾ, ഗോലിയാത്ത് നോക്കുമ്പം വലിയവനാണ്, അവൻ വെറും പഞ്ഞ് പോലെ വീർത്ത് നിൽക്കുന്നവനാന്ന് ആ ദൈവത്തിനറിയാം. പക്ഷേ ആളുകളുടെ മുമ്പിൽ ഇവൻ വലിയവനായിട്ട് നിൽക്കുന്നു. 9 അടി പൊക്കവും 2 നേരം പല്ലും പിന്നെ എന്നാ വലിയ ശക്തിയും 6 വിരലും ഒക്കെ ഉള്ളവൻ മുമ്പിൽ നിൽക്കുമ്പം ദാവീദ് ഇവനെ കാണുന്നില്ല. ദാവീദ് കാണുന്നത് ഇത്രയും വലിപ്പമുള്ളവനെ എവിടെയെങ്കിലും കല്ല് കൊള്ളും എന്നുള്ളത് ഷുവറാണ്. അതാണ് ഉറപ്പ്. എന്നിലുള്ള ഉറപ്പാണത് വരുന്നത്. അത് സൈസിലൊന്നും അല്ല. അപ്പോൾ ഇവന് വെറും ഒരു പഞ്ഞിക്കൂട്ടമാണെന്ന് ദൈവം തമ്പുരാൻ ഇവനെ മനസ്സിലാക്കാൻ ദാവീദ് ഇവനെ ശപിക്കുന്നുണ്ട്. നിന്നെ ഇന്ന് വെട്ടിക്കൊന്ന് നിൻ്റെ ശരീരം പട്ടികൾക്ക് കൊടുക്കും ഞാൻ. അത് തന്നെയല്ല നിൻ്റെ കൂടെ ഉള്ളവരുടെ. അത് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? പറയുകയാണ്. ഈ പറയുന്നത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ആത്മാവ് ഒരിക്കലും കണ്ടിട്ടല്ല വിളിച്ചു വരുന്നത്. ആത്മാവിൽ ഉള്ള സത്യങ്ങൾ നമ്മൾ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിളിച്ചു പറയുമ്പോഴാണ് നടക്കുന്നത്. അവിടെ ആ ഒരു സത്യം ആർക്കും അറിഞ്ഞുകൂടാ. ആ ഒരു പഠിപ്പീര് നമുക്കില്ല. എന്നിട്ട് അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം, അവർ പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം, ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ആ പ്രാർത്ഥിച്ചതിൻ്റെ ശക്തി സ്വർഗമണ്ഡലത്തിൽ നിന്ന് ഉത്തരം അയച്ചിട്ടുള്ളത് നിനക്ക് കിട്ടാൻ വേണ്ടി നിന്നിൽ വിശ്വാസം വരണം. ദാനിയേൽ പ്രാർത്ഥിച്ചിട്ട് പോലും, വചനം അയച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉടനടി ഉത്തരം കിട്ടിയിട്ട് പോലും 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരം ഭൂമിയിൽ വന്നത്. അപ്പം 2-3 മണ്ഡലങ്ങളാണ്. ഈ ഭൂമിയിലെ മണ്ഡലം, 1-ാം മണ്ഡലം കാണുന്ന അദൃശ്യമായ ആകാശമണ്ഡലം, 2-ാം മണ്ഡലം സ്വർഗം, പിതാവാം ദൈവം പുത്രനും പരിശുദ്ധാത്മാവും ഇരിക്കുന്ന മണ്ഡലം 3-ാം സ്വർഗം. ഇങ്ങനെ 3 മണ്ഡലങ്ങളുണ്ട്. ഈ 3 മണ്ഡലങ്ങളിൽ ഇരിക്കുന്ന സത്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ വിഡ്ഢികളാണ്. ഈ ദൈവം മനുഷ്യനെ എന്നെ നിങ്ങളെ സൃഷ്ടിച്ചപ്പം അപ്പനും മക്കളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതാണ്. അത് ഈ സ്നേഹമുള്ള വല്യപ്പച്ചന്മാരുള്ള ഭവനത്തിൽ കൊച്ചുമക്കളോട്, ഈ കൊച്ചുമക്കൾക്ക് ഏറ്റവും കൂടുതൽ ഡിറക്ഷൻ കിട്ടുന്നത് വല്യപ്പച്ചന്മാരിൽ നിന്നാണ്. കാരണം അപ്പനും അമ്മയും കടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവർ കാശുണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ്. അവരെ കുറ്റം വേണ്ടി അവർ വരുമ്പോഴത്തേക്ക് തളർന്നിരിക്കും. പക്ഷെ വീട്ടിലൊരു പ്രായം ചെന്ന കൃപയുള്ള അമ്മയും അപ്പനും വല്യപ്പനും വല്യമ്മച്ചിയും ഉണ്ടെങ്കിൽ അവരിൽ നിന്നാണ് മൂല്യങ്ങൾ പഠിക്കുന്നത്. അത് കൂട്ടുകുടുംബം നിന്നുപോയി. കൂട്ടുകുടുംബത്തിന് 2 സൈഡുണ്ട്, നന്മയും തിന്മയുണ്ട്. പക്ഷേ കൂട്ടുകുടുംബത്തിൽ വിശുദ്ധരായ മാതാപിതാക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാരുണ്ടെങ്കിൽ അതിപരമായൊരു അനുഗ്രഹം ഇല്ല. അങ്ങനെയുള്ളിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾക്ക് ദൃഢതയുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഭയമില്ലാതെ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രായം ചെന്ന വല്യപ്പച്ചൻ വല്യമ്മച്ചിമാർ, 1, നിങ്ങൾ ദൈവത്തെ അറിയുന്നവരായിരിക്കണം. 2, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 3, മക്കൾക്ക് വേണ്ടി അനുഗ്രഹം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം അടുപ്പിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം കേൾക്കും. ഒരൊറ്റ സുവിശേഷം പറയുന്നത് രക്ഷയുടെ സുവിശേഷം. രക്ഷയ്ക്ക് നീ ജ്ഞാനിയാകണം. അതിന് രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഈ 2 തിമോത്തി 3:14 ഒരു വാക്യമുണ്ട്. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക.
എന്താണ് ഇത് തിമോത്തിയോട് പൗലോസ് എഴുതുന്ന ഒരു ഭാഗമാണ്. ഈ തിമോത്തിയോട് പറയുന്നു, നീ ഇന്നവരോട് പഠിച്ചു. ആരോട് പഠിച്ചെന്നാണ് പറയുന്നത്? അവൻ്റെ അമ്മയും അവൻ്റെ വല്യമ്മയും ദൈവത്തെ അറിയുന്നവരായിരുന്നു. അതാണ് 2 തിമോത്തി 1:5 പറയുന്നത്. ആ വിശ്വാസം, ആ ദൈവത്തിൻ്റെ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മയായ ലോവീസിലും അമ്മയായ യുനീക്കിലും ഉണ്ടായിരുന്നു. അതായത് നിൻ്റെ അമ്മയിൽ, അപ്പൻ എന്നല്ല ഇവിടെ പറയുന്നത്, നിൻ്റെ അമ്മയിലും നിൻ്റെ വല്യമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസം നിന്നിൽ ഉറച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ആ ഒരു ഉറപ്പ് നമുക്ക് പറയാനുള്ള കൃപ വരണം. എന്നൊക്കെ എൻ്റെ മക്കൾ കാണിച്ചാലും എന്നിലുള്ള വിശ്വാസം, എൻ്റെ പിതാക്കന്മാരുടെ വിശ്വാസം, എൻ്റെ അമ്മയപ്പന്മാരുടെ പ്രാർത്ഥന, അവരെ അതായത് ഹണ്ടിങ് ഡൗൺ ടു ഫൈൻഡ് ദം എന്നാണ് പറയുന്നത്. അവരെ വേട്ടയാടാൻ പോകുന്ന പട്ടികളെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ കാണണം. ഈ വേട്ടയാടാൻ പോകുന്ന പട്ടിക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, ഇതിന് ഏതെങ്കിലും ഒരു കാട്ടുമൃഗത്തെ കണ്ടാൽ ഇതുങ്ങളെല്ലാം കൂടെ അതിനെ പോയി കണ്ടുപിടിച്ചിട്ട് അതിനെ കൊണ്ട് യജമാനന് കൊടുക്കും. അതിനെ കാരണം ഹണ്ടിങ് ഡൗൺ എന്ന് പറയും. കൊണ്ടുപോയി വേട്ടയാടി അതിനെ പിടിച്ചെടുത്തുകൊണ്ട് വരിക. അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത്? എൻ്റെ പ്രാർത്ഥനയുടെ ദൈവത്തോടുള്ള ബന്ധം കൊണ്ട് ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ തലമുറകൾ പോയാലും അവരെ പ്പെട്ടപ്പട്ടിയെപ്പോലെ കണ്ടുപിടിച്ച് ദൈവം തമ്പുരാൻ എനിക്ക് തിരിച്ചു കൊണ്ടുവരും. അറിയാമോ? അതാണ് രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കുള്ള പ്രാധാന്യം ഞാനീ പറഞ്ഞിരുന്നത്. അപ്പം നിൻ്റെ വിശ്വാസം നിനക്ക് കിട്ടിയിരിക്കുന്നത് എവിടുന്നാന്ന് എനിക്കറിയാം. ഒന്ന്, നിൻ്റെ വലിയമ്മയായ ലോവീസിലും, 2, നിൻ്റെ അമ്മയായ യൂനീക്കായാലും ഉണ്ടായിരുന്നത് നിന്നിലും ഉണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്താ? ദൈവത്തിൻ്റെ കൃപാവരം ഒഴുകുകയാണ്. പൗലോസിക്കൂടി ഇത് ഒഴുകി വരികയാണ്. പൗലോസ് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ആരെങ്കിലും മുകളിൽ പ്രാർത്ഥിച്ചവരുണ്ട് എങ്കിൽ ആ അനുഗ്രഹം നിന്നിലുണ്ടെന്ന് നീ ഉറപ്പിച്ച് പറ. അതിന് വരെ നമ്മൾ എൻ്റെ വല്യപ്പൻ്റെ ദേഷ്യമാണ്, എൻ്റെ അപ്പൻ്റെ സ്വഭാവം, അതൊക്കെ അഴുക്കിന് പറയും. നന്മയ്ക്ക് എത്ര എണ്ണം പറയും? ഞാൻ ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്ന്, ബാംഗ്ലൂർ വെച്ച് ഒരു CSIയിലെ ഒരു ബിഷപ്പ്, അവരുടെ വല്യപ്പൻ. അപ്പം ഞാൻ നമ്മുടെ മോൻ്റെ കൂട്ടുകാരൻ, അപ്പം അവരോട് സംസാരിച്ച് പുള്ളിക്കാരൻ പറഞ്ഞു, അവർ കൊടൈക്കനാലിലാണ് പഠിക്കുന്ന കുട്ടി, എൻ്റെ കൊച്ചുമോൻ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ മക്കളെങ്ങനെ ദൈവത്തിലേക്കാകണം നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇവൾ പറയുന്നത്. എൻ്റെ കൊച്ചുമക്കൾ ദൈവത്തിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ തലമുറകളിൽ 6 തലമുറയായിട്ട് കർത്താവിന് വേണ്ടി ബിഷപ്പായിട്ടും അച്ഛന്മാരായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നതിനാൽ ഇവൻ്റെ മേലും ആ ആത്മാവുണ്ട് എന്ന് ആ വല്യപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ തന്നെ ആ കുട്ടി വളരെ ഉന്നതമായ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായിട്ട് വളർന്നു വന്നു. ഇത് മനസ്സിലാക്കേണ്ടത്, തലമുറകൾക്ക് മുമ്പുള്ള പ്രാർത്ഥന ചെറുതായിട്ട് നമ്മൾ കാണില്ല. നമ്മളിലൊരു വിശ്വാസം ദൈവം ഇട്ടിരിക്കുന്നത് നിൻ്റെ അപ്പനിൽ നിന്നും, നിൻ്റെ വല്യപ്പച്ചനിൽ നിന്നും, നിൻ്റെ അമ്മയിൽ നിന്നും, നിൻ്റെ വല്യമ്മയിൽ നിന്നും വന്നിട്ടുള്ള ദൈവീകമായ സത്യവിശ്വാസം നിന്നിൽ കൂടെ നിൻ്റെ തലമുറകളിൽ പാസ് ചെയ്യുന്നുള്ളത് ദൈവം തമ്പുരാൻ അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. നന്മയുടെ അനുഗ്രഹം 1000 തലമുറ വരെ ഓർക്കുന്ന ദൈവം. എന്നാൽ നീ ശാപമായിട്ടും പാപമായിട്ടും ചെയ്തിട്ടുള്ളത് 3 4 തലമുറയെ ഓർക്കത്തുള്ളെന്ന് പറയും. അങ്ങനെ കരുണയുള്ള ഒരു ദൈവം നമ്മുടെ മുമ്പിൽ വന്നിട്ട് രക്ഷയെ ദാനമായിട്ട് തരുന്നത് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നിട്ട് അവനെ സ്വീകരിക്കാനുള്ള ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എനിക്കില്ല എങ്കിൽ ഞാൻ വെറും ഒരു വിഡ്ഢിയല്ലേ? ഒരു സത്യം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സത്യദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വരുമ്പം എനിക്കൊരു വ്യത്യാസമുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ശരിയാണ്, എനിക്ക് ഇച്ചിരി കഷ്ടമാണ്, പ്രയാസം എന്നൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ വിട്ടുപോകത്തില്ല. എന്നാൽ നമ്മൾ ഒരു കൂട്ടുകാരി എന്നിട്ട് ഇത് പ്രശ്നം സാരമില്ല, നീ ഒന്ന് ഉണർന്നെഴുന്നേക്കൊന്ന് കുളിച്ച് മിടുക്കിയായിട്ട് അല്ലെങ്കിൽ മിടുക്കനായിട്ടൊന്ന് എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ അവർ ഉണരും. കാരണം അവരുടെ ഉള്ളിലുള്ള അകത്തെ ആത്മാവിനെ നമ്മൾ ജീവിപ്പിച്ചെന്നേ, ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തിയെന്നേ ഉള്ളൂ. അല്ല നമ്മുടെ മിടുക്കൊന്നുമല്ല.
പക്ഷേ പോകേണ്ടിയിടത്ത് നീ പോകണം, ബന്ധനങ്ങൾ അഴിക്കേണ്ടിയിടത്ത് പോകണം. കർത്താവ് പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ദൈവം തന്നിരിക്കുന്നത് നമുക്ക്, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവ്. ഈ ഭീരുത്വം അല്ലാത്ത ഒരു ആത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുമ്പം തന്നെ അവരുടെ പ്രസൻസ് തന്നെ എന്തോ ഒരു വ്യത്യാസമാണ് ദൈവമേ തരുന്നതെന്നറിയാമോ. അത് ഈ ദൈവത്തെ വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, വി ഷുഡ് ബി കവേർഡ് അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലിവിങ് ഗോഡ്. നമ്മൾ ചെല്ലുമ്പോൾ അവൻ്റെ സാന്നിധ്യം, അവൻ്റെ കാറ്റ്, അവൻ്റെ റൂഹ, അവൻ്റെ ജീവൻ നമ്മളിൽ കൂടെ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വാക്യം തിമത്തിയോട് പൗലോസ് പറയിപ്പിക്കുമ്പോൾ എന്തുമാത്രം ബലപ്പെടുത്തിയാണ് തിമോത്തി അതുകൊണ്ട് പഠിപ്പിച്ചത്. ആ ഉറപ്പ് കൊടുക്കുകയാണ്. തിമോത്തിയുടെ ഓരോ വായിക്കുമ്പോഴും ഈ ഒരൊറ്റ വ്യക്തിയിൽ വല്യമ്മച്ചിയുടെയും അമ്മയുടെയും ആ വിശ്വാസം കടന്നു വന്നത് എത്രയോ പേർക്ക് പ്രയോജനമായി മാറി. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? അതാണ്, നീയോ ഇന്നവരോട്, നിൻ്റെ അമ്മയോടും നിൻ്റെ വല്യമ്മച്ചിയോടും പഠിച്ചു എന്ന് ഓർക്കണം. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ, ആരുടെ വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസം. ഈ രക്ഷ എന്ന വാക്ക് യേശുവുമായിട്ടേ കണക്റ്റഡ് ആയിട്ടുള്ളൂ. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും യേശുക്രിസ്തു അല്ലാതെ വേറെ എന്തെല്ലാം തരത്തിൽ രക്ഷ നേടിയാലും അത് രക്ഷയല്ല. കാരണം സ്വർഗത്തിലെ ദൈവം, പിതാവാം ദൈവം മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ ഏകമാർഗം തന്നിരിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ ഏകസത്യ ദൈവമായ ദൈവം തന്നിരിക്കുന്ന ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് അപ്പസ്തോല പ്രവർത്തികളിൽ പറയുന്നുണ്ട്. അത് വായിക്കാം. അപ്പം ഈ ഒരു സത്യം വചനം കൊണ്ട് ചെന്ന് കൊള്ളണം. ഈ വചനം വന്ന് വിത്ത് പോലെ കൊള്ളുകയാണ്. ഈ വചനം അയക്കുമ്പോൾ ഇതിന് ശക്തിയുണ്ട്. ഈ വചനം വന്ന് അങ്ങോട്ട് കൊണ്ടു കഴിയുമ്പം അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ലല്ലോ. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് നീ വചനം അയച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു മിസൈൽ അയക്കുകയാണെങ്കിൽ ആ മിസൈൽ എന്ന് പോയിട്ട് അയ്യോ അത് തിരിച്ചു വരണമെന്ന് പറയല്ല, അത് മിസൈൽ പോയി ചെയ്യേണ്ടത് ചെയ്തേച്ചു വരും. അതുപോലെയാണ് ദൈവവചനം. ഇങ്ങനെയാണ് പറയുന്നത്, മറ്റൊരുവനിലും, അതായത് അപ്പസ്തോല പ്രവൃത്തി 4:12, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പം നമ്മൾ ഓർക്കണം, വേറെ പലരുടെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥം എടുക്കുന്നു, അതൊക്കെ കാര്യസാധ്യത്തിനാണ്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ആം സ്പീക്കിംഗ്. ഇത് രക്ഷയാണ്. ഒരൊറ്റ പ്രസംഗം പ്രസംഗിക്കുന്നെങ്കിൽ നിൻ്റെ രക്ഷ ക്രിസ്തുവിൽ മാത്രമെന്ന് ആദ്യം പറഞ്ഞിട്ട് വേണം ഏതൊരു പ്രസംഗവും തുടങ്ങാൻ. ഒരു പ്രസംഗം, ജീവിതത്തിൽ ഒരു പ്രസംഗമേ പ്രസംഗിക്കുന്നുള്ളെങ്കിൽ രക്ഷിക്കപ്പെടാൻ ഏകമാർഗം ക്രിസ്തുവിനെ മാത്രമാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം എൻ്റെ വീട്ടിൽ വരുമ്പം എന്നെ കാണാനാണ് വരുന്നതെങ്കിൽ എന്നെ കാണും അവർ. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് കാണും, എൻ്റെ മക്കൾ കാണും, എൻ്റെ മരുമക്കൾ കാണും, കൊച്ചുമക്കൾ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് പുറകിൽ. ബട്ട് ഐ ആം ദ വൺ. എന്നെയാണ് കാണേണ്ടത്, ഞാനാണ് മുമ്പ് എന്ന് പറഞ്ഞ പോലെ യേശുവിനെയാണ് നമ്മൾ കാണേണ്ടെങ്കിൽ യേശുവിനെയാണ് കാണേണ്ടത്. അവൻ്റെ പുറകിലാണ് ബാക്കിയെല്ലാം. അത് കാണണം നമ്മൾ. അത് കാണാതെ നമ്മൾ മണ്ണിൻ്റെ മേൽ കടന്നുകൊണ്ട് വീട് പണിയാൻ നമ്മളെ അനുവദിക്കരുതേ എന്ന് കരഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പം ആ ചാളി കേർക്കെന്ന് പറഞ്ഞ മനുഷ്യൻ 31 വയസ്സുള്ളവൻ വിളിച്ചു പറയുമ്പം ചെറുപ്പക്കാർ 10, 11, 12 ഒക്കെ പ്രായമുള്ള, 12 തൊട്ട് 20 വയസ്സ് വരെയുള്ളവർ വിളിച്ചു പറയുന്നത് എന്താ, നീ പറയുന്നതൊക്കെ റാഡിക്കലാണെന്ന്. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ വിപ്ലവകരൻ. അപ്പോൾ ഈ വേദപുസ്തകം എന്തെന്ന് പോലും അവർക്ക് അറിയത്തില്ല എന്നുള്ളതല്ലേ. ഭവനങ്ങളിൽ വേദപുസ്തകം ഇല്ല. ദൈവം ആരെന്നറിഞ്ഞുകൂടാ, സത്യദൈവം എന്തെന്നറിഞ്ഞുകൂടാ, ക്രിസ്തു ആരെന്നറിയാൻ വയ്യാത്തവരാണ്. ഒരു കൊച്ചു ചോദിക്കുന്നു, എനിക്ക് അബോർട്ട് ചെയ്യുന്നതിന് എനിക്ക് അവകാശമുണ്ട്, അത് വെറും ഒരു മാംസകഷ്ണമല്ലേ, എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. എന്താണ് ഒരു മർഡറാണ് നീ ചെയ്യുന്നതെന്ന് പഠിപ്പിക്കാതെ, ചുമ്മാതെ പഠിപ്പിക്കാതെ അപ്പനും അമ്മയും കാശുണ്ടാക്കിയിട്ട് സുഖജീവിതത്തിന് വേണ്ടി മാത്രം ബാബിലോണിയൻ ജീവിതത്തിലേക്ക് പോകുമ്പം തലമുറകൾ, ഒറ്റ തലമുറ, ഒരു ജനറേഷൻ കൊണ്ട് നശിച്ചു പോവുകയാണ്. സോദോം ഗോമോറയെക്കാട്ടിലും കഷ്ടമായിട്ട് ദേശങ്ങൾ മാറിപ്പോകുമ്പോൾ അനേക പെൺമക്കൾ എൻ്റെ വചനം കേൾക്കുന്ന അനേക പുരുഷന്മാർ, വചനം നിങ്ങൾക്ക് ടി വി പറയാൻ ഓപ്പൺ അപ്പ് ചാനലുണ്ട്. അതല്ല എങ്കിൽ ഭവനങ്ങളിൽ, പള്ളികളിൽ, സർവീസുകളിൽ, അതുപോലെ സഭകളിൽ, നമുക്കറിയാവുന്നിടത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വചനം പറയാൻ ദൈവം വാതിൽ തുറന്നിരിക്കുന്നിടത്ത് പറയാൻ ധൈര്യപ്പെടുക.
രക്ഷയ്ക്ക് ജ്ഞാനിയായി തീരുക. വൈസ് ഫോർ സാൽവേഷൻ പ്രാർത്ഥിക്കും. അതാ നിൻ്റെ കയ്യിലേക്ക് വിഷയിപ്പിക്കുകയാണ്. ഞങ്ങൾ ജ്ഞാനികളായി ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്. അയ്യോ, ദൈവമില്ല എന്ന് മൂഢനാണ് പറയുന്നത്. എൻ്റെ കുടുംബങ്ങളൊരു മൂഢനുണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ അഴിഞ്ഞുപോയേ പറ്റത്തുള്ളൂ ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഹണ്ടിങ് ഡൗൺ മിസൈൽ അയച്ചതുപോലെ കർത്താവ് ചൂളകുത്തി അയച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ചെന്ന് കണ്ട്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിലാണ് ഞാൻ പ്രസാദിക്കുന്നത്, ഇവനെ തിരിച്ചിവിടെ കൊണ്ടുപോവാ. കർത്താവ് ബർണബാസിനെയും ശൗലിനെയും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ കർത്താവ്. അതുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ശബ്ദം മാറ്റലിക്കൊണ്ട് ഓരോ കുഞ്ഞുങ്ങളുടെയും ചെവിയിൽ ചെന്ന് മാറ്റലി ചെന്ന് കൊണ്ടിട്ട് അവരെ വിളിക്ക് യോഗ്യമായിട്ട് അവരുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിപ്പാൻ ഞങ്ങളുടെ തലമുറകളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ ദേശം നശിച്ചു പോകും, തലമുറകളില്ലാതാകും. ശത്രു അഹങ്കാരത്തോടെ എന്നാൽ ദൈവം ജയിച്ചവനാണെന്നും ക്രൂശു മരണത്താൽ ഇവയെല്ലാം നേടിയവനാണെന്നും എവ്രിതിങ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സത്യം വിളിച്ചു പറയാൻ കൃപയുള്ളവർ, കഴിവുള്ളവർ, ശക്തിയുള്ളവർ, ദൃഢതയുള്ളവർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലമുറകളെ എടുത്ത് ഉപയോഗിച്ചാട്ട് പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്ന നാമത്തിൽ തന്നെ ആമേൻ.